സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ശരണ്യയുടെ ഈ ചിരി. അവളിലെ മാതൃത്വത്തിന്റെ മനോഹര നിമിഷങ്ങളെ പഴശ്ശി കോളനിയുടെ അതിരുകൾക്കപ്പുറത്തേക്ക് പകർത്തിയത് ഫോട്ടോഗ്രാഫർ ആതിര ജോയിയാണ്. ആ കുട്ടി ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ പോലെ ജീവിക്കുന്ന ഒരു കുട്ടി ആ ഒരു കോളനിയിൽ എന്താ പറയുക, 2 മക്കളെ കാര്യങ്ങളൊക്കെ നോക്കി കഞ്ഞിക്കറിയൊക്കെ വെച്ച് ഭയങ്കര സാധാരണമായിട്ട് ജീവിക്കുന്നൊരു കുട്ടി. അവള് ഭയങ്കര സുന്ദരിയായിട്ട് നല്ല കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല മേക്കപ്പ് എല്ലാം ചെയ്ത് ഭയങ്കര സുന്ദരിയായിട്ട് കാണുമ്പം സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ. ഞാൻ 2-3 ഫോട്ടോസൊക്കെ പ്രിൻ്റ് ഔട്ട് ചെയ്ത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്കും കൂടെ കോളനി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കുറേ വീടുകളുണ്ട്. അവിടെയുള്ള ഒരുപാട് പേർക്ക് ഫോട്ടോസ് എല്ലാം കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷമായിരുന്നു. വയനാട്ടിലെ ഏറ്റവും വലിയ ഗോത്ര സമൂഹമായ പണിയ സമുദായത്തിലെ അംഗമാണ് ശരണ്യ. 6 മാസം മുമ്പാണ് ആതിര ശരണ്യയുടെ ചിത്രങ്ങൾ പകർത്തിയത്. കുഞ്ഞുവാവയ്ക്ക് ഇപ്പോൾ 5 മാസം പ്രായമായി. മാതൃഭൂമി ന്യൂസ്, വയനാട്. കമൽ ചേരുന്നു കൂടെ. ഗുഡ് മോർണിംഗ് കമൽ. കമൽ, ഈ മെറ്റേണിറ്റി ഷൂട്ടൊക്കെ ഒരുപാട് സാധാരണയായ ഒരു കാലമാണിത്. ആ കാലത്ത് ഒരുപക്ഷെ അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫർ വിചാരിച്ചത് കൊണ്ട് മാത്രം അവർക്കും ഒരു മെറ്റേണിറ്റി ഷൂട്ട് സാധ്യമായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും കണ്ണിന് കുളിർമയുള്ള മനോഹരമായ ഫോട്ടോഗ്രാഫ്സ് ആണ്, അതൊന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. ആ ഫോട്ടോഗ്രാഫർക്ക് ഒരു സല്യൂട്ട്. മോത്തി, ഗുഡ് മോർണിംഗ്. മോത്തി പറഞ്ഞതുപോലെ തന്നെ ആ ഫോട്ടോഗ്രാഫറുടെ ഒരു ഇടപെടൽ, ആതിര വയനാട്ടുകാരി തന്നെയാണ്. ആതിരയുടെ ഒരു ആഗ്രഹമായിരുന്നു ഇത്തരത്തിൽ പണിയ വിഭാഗത്തിൽപ്പെട്ട ഒരു യുവതിയെ വെച്ച് മെറ്റേണിറ്റി ഷൂട്ട് നടത്തണമെന്നുള്ളത്. അതിന് ശ്രമിച്ചു. അങ്ങനെ ട്രൈബൽ പ്രൊമോട്ടറുടെ സഹായത്തോടെ പട്ടികവർഗ വകുപ്പിന്റെ അനുമതിയൊക്കെ വാങ്ങി കൃത്യമായി നിയമപരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ ബോധ്യപ്പെടുത്തിയാണ് ഈ ഫോട്ടോ ഷൂട്ട് ചെയ്തത്. ഈ പണിയ ഗോത്രം എന്നത് വയനാട്ടിലെ ഏറ്റവും വലിയ ആദിവാസി ഗോത്രമാണ്. ഇപ്പോഴും സാമൂഹ്യമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ ഏറെ പിന്നോക്കമാണ്. അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, മാറി മാറി മാറുന്ന ഭരണകൂടങ്ങളുടെയും പൊതുസമൂഹം അവരോട് കാണിച്ച നീതികേടിന്റെയും ഒക്കെ ഭാഗമായാണ് അവരങ്ങനെ തുടരേണ്ടി വരുന്നത്. പക്ഷേ അത്തരം ഒരു സമുദായത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വൈറലാകുമ്പോൾ അത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. 6 മാസം മുമ്പായിരുന്നു ചിത്രങ്ങൾ. ഇപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞ അമ്മയും കുഞ്ഞും സുഖമായി ഇരിക്കുകയാണ്. എന്തായാലും ഈ ചിത്രങ്ങൾ വലിയ രീതിയിൽ വൈറലായി കഴിഞ്ഞു. ലോകം മുഴുവൻ എത്തുന്ന രീതിയിൽ മോത്തി പറഞ്ഞതുപോലെ വളരെ ഭംഗിയുള്ള നല്ല സൗന്ദര്യം തുടിക്കുന്ന ചിത്രങ്ങളാണ്. പലരും അത് ഷെയർ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു വിഷമം പറഞ്ഞു, അത് വാട്ടർമാർക്ക് ഇടാൻ മറന്നുപോയതുകൊണ്ട് ആതിരയുടെ ചിത്രങ്ങളാണെന്ന് പലരും അറിയുന്നില്ല. ഇതിങ്ങനെ ഷെയർ ചെയ്തു പോകുന്നു. സ്വന്തം ചിത്രങ്ങളൊക്കെ പോലെ പലരും കൊടുക്കുന്നു എന്നൊക്കെ അതിന് പറയുന്നുണ്ട്. എന്തായാലും ശരണ്യയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തെ സംബന്ധിച്ച ഇത് വലിയൊരു കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ അങ്ങനെ അവിടെ നിന്ന് ഒരാൾ ഉയർന്നു വരികയും അത് ഇത്തരത്തിൽ വൈറലാവുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും കമൽ, ഒരുപാട് സന്തോഷം തോന്നുന്നു. കമലിന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആതിരയുടെ ആ ഒരു കഠിനാധ്വാനം ഫലം കാണും. ആതിര അംഗീകരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ വാട്ടർമാർക്ക് ഇടാതെ ദൃശ്യങ്ങൾ പുറത്തു വന്നുപോയി എന്നുള്ള കാര്യത്തിൽ ഒട്ടും ആശങ്കപ്പെടേണ്ട. ആതിര കഴിവ് അത് ആർക്കുണ്ടെങ്കിലും അത് ഏതെങ്കിലും ഒരു കാലത്ത് അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും.